വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ പാലാ രൂപതയിലെ പ്രസിദ്ധമായ കടുത്തുരുത്തി ഫൊറോനായിലെ സമുദായ സ്നേഹികളും സംഘടനാ ഭാരവാഹികളുമായിട്ടുള്ളവരാണ് ഈ പന്തലിൽ ഇപ്പോൾ ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ആശങ്കകളിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നിങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്നു. ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ തനിച്ചല്ല എന്ന് അറിയിക്കാനാണ്. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് അഭിനന്ദിക്കുന്നത്? വഖഫ് എന്ന് പറയുന്ന ഒരു അധിനിവേശ നിയമത്തെ കേരള സമൂഹത്തിൻ്റെ പൊതുവേദിയിൽ ചർച്ചയാകുന്നതിന് നിങ്ങളുടെ ഈ സമരപന്തലാണ് സഹായകമായി തീർന്നത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് വിഷയമാകുമായിരുന്നില്ല. ഇത് അപകടകരമായ ഒരു നിയമമാണ് എന്ന് ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ലളിതമായ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. പലരും പറയുന്നത് പോലെ പെട്ടെന്ന് പരിഹാരമുണ്ടാകാൻ ഇടയുള്ള ഒരു വിഷയമായി ഞാൻ ഇതിനെ കരുതുന്നില്ല. കാരണം അത്ര സങ്കീർണമാണ് ഈ വഖഫ് വിഷയം. അത് സങ്കീർണമായി തീരുന്നത് എന്ത് കാരണത്താലാണ്? രണ്ടാമത്, ഈ വഖഫ് വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികൾ വഖഫിന്റെ പക്ഷത്ത് നിൽക്കണമോ, അതിന്റെ ഇരയായി തീരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കണമോ? ഇതാണ് ഗൗരവതരമായ ചോദ്യം. മൂന്നാമത്, ഇത് സങ്കീർണമാണെന്ന് പറയാനുള്ള കാരണമായി ഓർമ്മിക്കേണ്ടത് ഇതില് വലിയ സാമ്പത്തിക കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. വഖഫിൻ്റെതായി 9.5 ലക്ഷം ഏക്കർ സ്ഥലമാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് കണക്ക്. 9.5 ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ചെറുതല്ല. ഈ 9.5 ലക്ഷം ഏക്കർ സ്ഥലം 32 വഖഫ് ബോർഡുകളുടെ കീഴിലാണ്. അതിന്റെ വില നിശ്ചയിച്ചാൽ 1,25,000 കോടി 1,25,000 കോടി രൂപയുടെ ആസ്തിയാണ് വഖഫിൻ്റെതായിട്ടുള്ളത്. ഇക്കാരണങ്ങളാലാണ് ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാരുകൾക്ക് പെട്ടെന്ന് ഒരു ഉത്തരം ഈ വിഷയത്തിൽ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താണ് ഈ വഖഫ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങള്, സാമൂഹിക മാധ്യമങ്ങള് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായ അംഗങ്ങള്
അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകുന്ന സ്വത്താണ്. അത് ഭൂമിയാകാം, കെട്ടിടങ്ങളാകാം, മറ്റ് ആസ്തികളാകാം. ഈ വഖഫ് എന്നാണ് ആരംഭിക്കുന്നത്? ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. വഖഫ് ആരംഭിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റ് ഭരണം ആരംഭിച്ചപ്പോൾ തന്നെയാണ്. അതിന്റെ കാലം ഏതാണ്? AD 1200 മുതൽ 1500 വരെയുള്ള കാലത്താണ് ഡൽഹിയില് സുൽത്താൻ ഭരണമുണ്ടായത്. അന്നു മുതലേ വഖഫുണ്ട്. പക്ഷെ അതിന് നിയമസാധുതയില്ല. നിയമസാധുതയിലേക്ക് വരുന്നത് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് 1923 47 ഭാരതം സ്വതന്ത്രമായി. 54 ഇന്ത്യൻ പാർലമെന്റിൽ വഖഫിന് നിയമസാധുത നൽകി. എന്ന് പറഞ്ഞാൽ വഖഫ് നിയമം ഭരണഘടനാപരമായി സാധുതയുള്ള പാർലമെന്റ് മാറ്റി.